ഇനി തമിഴ്നാട്ടിലെ മുന്തിരിത്തോപ്പുകളിലെ കാഴ്ചകളിലേക്കാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ മുന്തിരിയുടെ വിളവെടുപ്പ് കാലമാണ്. ഇടുക്കിയിലെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ അതിർത്തി കടന്ന് ഈ മുന്തിരിത്തോപ്പുകളും സന്ദർശിച്ചാണ് മടങ്ങാറ്. ഇടുക്കിയുടെ അതിർത്തി കടന്ന് ചുരമിറങ്ങിയാൽ തമിഴ്നാട്ടിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം. കമ്പത്തോട് ചേർന്ന് ഗൂഡല്ലൂരും ചുരുളിപ്പെട്ടിയും കേക്കെപ്പെട്ടിയും തേവർപ്പെട്ടിയും ഒക്കെ മുന്തിരി കൃഷിക്ക് പേരുകേട്ട ഇടങ്ങളാണ്. ചുറ്റും നോക്കിയാൽ വിശാലമായ മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച. വർഷത്തിൽ 4 തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന വിളവെടുപ്പ് കാലം. വർഷം മുഴുവൻ വിളവെടുപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കൃഷി. மீன் அவ்வளவுக்கு பழுக்கு உண்டானோம்னா ஒரு 50 தவசம் கழிஞ்சா தான் இது மீன் அவ்வளோவுக்கு அவ்வளோ மாதிரி கருப்பு உண்டாகும். இப்போதைக்கு கிரீனாகத்தே இருக்கும். இது தவசம் கழியணும். 50 தவசம் கழிஞ்சா தான் இது வரும். குலை ஒன்று இறக்கி கட்டினா தான் அதை கட்டி எடுக்கிறதுக்கு கட் பண்ணுறதுக்கு ഒരു ഇതാ இருக்குது. அதனால தான் இதை இறக்கி கட்டிக்கிட்டு. മുന്തിരിത്തോപ്പുകൾ കാണാൻ കമ്പത്തെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മലയാളികളാണ്. അവധി ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കേറും. ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ അതെ മുന്തിരികളെല്ലാം വിളഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് കൊള്ളാം, ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ വന്നുടനെ വന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഇതുവഴി തേനി കമ്പമൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യാനുസരണം മുന്തിരി വാങ്ങാനുള്ള അവസരവും കർഷകർ ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കാർഷിക ടൂറിസം മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നല്ല കാഴ്ച. മീഡിയ 1 ഇടുക്കി.